ഞാൻ മറിയാമ്മനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് സ്ത്രീപക്ഷ നിലപാടുകളിലൊക്കെ വളരെ വളരെ കൃത്യതയുള്ള ആളായിട്ടും അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളായിട്ടുമാണ്. കാരണം നമ്മുടെ ചുറ്റും നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധമുള്ള സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നൊരു കാലത്തു കൂടിയാണ്. പല തരത്തിൽ പല രൂപത്തിൽ ഞാൻ രാഷ്ട്രീയമായി നിർവചിക്കാൻ വേണ്ടിയൊന്നും ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഒരു അഭിപ്രായം, ഒരു സ്ത്രീപക്ഷവാദി എന്ന നിലയ്ക്ക് ഒന്ന് അഭിപ്രായം പറയാനുള്ളത്? ഞാനൊരു സ്ത്രീപക്ഷവാദിയൊന്നുമല്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇക്വാലിറ്റി, പുരുഷനും സ്ത്രീയെയും ഒരുപോലെ കാണണം എന്നുള്ളൊരു നിലപാടുള്ളൊരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ പറഞ്ഞതുകൊണ്ട് പുരുഷൻ ശിക്ഷിക്കപ്പെടാനും ഒരു പുരുഷൻ പറഞ്ഞതുകൊണ്ട് സ്ത്രീ ശിക്ഷിക്കപ്പെടാനും പാടില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നാം നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഈക്വൽ സ്റ്റേറ്റസ് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ ഒരു സ്ത്രീയാണ്. ആ ഇന്ത്യ ആയിലാകാം നമ്മുടെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റ് എല്ലാം സ്ത്രീകൾ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. അത്രയും പക്ഷെ എന്ന് പറഞ്ഞ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രണ്ടു പേർക്കും തുല്യ അവകാശം വേണമെന്ന് പറയുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്ത്രീ പറഞ്ഞുകൊണ്ട് പുരുഷനെയും പുരുഷൻ പറഞ്ഞതുകൊണ്ട് സ്ത്രീയെയും ക്രൂശിലേറ്റുന്നത് ഒരിക്കലും ശരിയായ നമ്മൾ നീതിയുടെ ഭാഗം, നീതി ആരുടെ പക്ഷത്താണ്, ന്യായം ആരുടെ പക്ഷത്താണ് എന്ന് നോക്കി വേണം നിൽക്കണം എന്നുള്ള ഒരു അതൊക്കെ നമുക്ക് സെൽഫായിട്ട് തോന്നേണ്ട അത് നമ്മുടെ സെൽഫ് തോട്ടാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഓരോരുത്തരും സ്വന്തമായിട്ട് തീരുമാനിക്കണം. ഓരോ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി അതിന്റെ മെറിറ്റ് നിശ്ചയിക്കുക എന്നുള്ളത്. അല്ലാതെ സ്ത്രീ പറഞ്ഞതുകൊണ്ട് പുരുഷൻ തെറ്റുകാരനാകണം എന്നില്ല, അല്ലെങ്കിൽ പുരുഷൻ ബ്ലെയിം ചെയ്ത ഉടനെ സ്ത്രീ തെറ്റുകാരിയാകണം എന്നില്ല. പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ കേസസിൻ്റെ മെറിറ്റ് വെച്ചിട്ട് അവനവൻ തീരുമാനിക്കണം. അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഇപ്പം ഞാനിപ്പം ഷാനോസിനെ പറ്റി ഒരു ബ്ലെയിം ചെയ്യുവാണ്. അതിൽ പറഞ്ഞു തന്നൊരു എനിക്ക് വലിയൊരു കാര്യമുണ്ട്. അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ പറയുമ്പോൾ ഷാനോസിന് എങ്ങനെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കണം. അത് എൻ്റെ കടമയാണ്. അപ്പോൾ അങ്ങനൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം. അപ്പം ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ പറയുന്ന ചിലപ്പോൾ ഒരു ചെറിയൊരു വാക്കായിരിക്കാം, പക്ഷേ അതൊരു അമ്പ് പോലെ ആയിരിക്കും ചിലപ്പോൾ നെഞ്ചത്ത് കൊള്ളുന്നത്. ചിലപ്പോൾ ഒരു വളരെ ഫേമസ് ഒരു ആളാണ് ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചോ, അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് വരും. ഇപ്പോൾ ഒരു വ്യക്തിയെ പറ്റി, ഷാനോസിനെ പറ്റി എന്തെങ്കിലും ഒരാൾ പറഞ്ഞെന്ന് വെച്ചോ, ഓർ XYZ, ഒരാൾ പറയുമ്പം അത് ആ പറയുന്ന വ്യക്തി വേണം അതിനെ ടേക്ക് കെയർ ചെയ്യാൻ. അത് പക്ഷേ അതൊരിക്കലും ആ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളിൽ തന്നെ ട്രെയിൻ ചെയ്ത്, ഇപ്പം ഞാനിത് പറയാൻ കാരണം എനിക്ക് എൻ്റെ അപ്പ പറഞ്ഞു തന്നതാണ്, അപ്പയുടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്ക് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇത് കേൾക്കുന്നത് മറുവശത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഇപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് സാധിക്കണം. എന്നാൽ അവൻ സ്വന്തമായി ഒന്ന് റിഫ്രെയിൻ ചെയ്യും. അല്ലെങ്കിൽ എന്നെ പറ്റി ഇപ്പം ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം, അപ്പം ഷാനോസിന് വേദനിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാത്തതാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചിന്തിക്കുക, താങ്കൾ എന്നെ അങ്ങനെ പറയുമ്പോൾ എനിക്കെങ്ങനെ ഫീൽ ചെയ്യും എന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് റിഫ്രെയിൻ ചെയ്യും. ഇതൊക്കെ എനിക്ക് ഇത്രയും പ്രായമായപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിച്ച് വരാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് പക്ഷേ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കും. അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ, അവന് എന്ത് തോന്നും, അവന് എന്ത് നഷ്ടപ്പെടും, എൻ്റെ വാക്കുകൊണ്ട് അവൻ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഈ കുട്ടിക്ക്, ഈ വരുന്ന ആണോ പെണ്ണോ ആയിക്കോട്ടെ, അവനൊരു ഹിൻഡ് കൊടുത്ത് അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറാൻ സാധിക്കും. രാഷ്ട്രീയമായി ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയല്ല, എന്നാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികം എന്നോണം ഒരു ചോദ്യം എൻ്റെ ചുണ്ടിൽ ഉണ്ടാവും, എൻ്റെ വായിൽ ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് ഭരണ രംഗത്ത് നിന്ന് പുറത്താണ്. മാസങ്ങൾക്കുള്ളിൽ ഏപ്രിൽ മാസം ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട്. 10 വർഷമായി പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നിലവിൽ കോൺഗ്രസ്. ആ കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് ഏതെങ്കിലും വിധത്തിൽ സാധ്യമാകുമെന്ന് തൻ്റേതായൊരു വീക്ഷണത്തിൽ, മറിയ ഉമ്മൻ്റെ ഒരു വീക്ഷണത്തിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? 100% ഉറപ്പാണ് UDF ഭരണത്തിൽ തിരിച്ചു കയറുമെന്നുള്ളത്. അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല. ഇപ്പം നാം
നമ്മൾ കുറച്ചു കാലമായിട്ടുള്ള പുറകോട്ടെടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ ഇലക്ഷൻസ് വന്നു, 2-3 ബൈ ഇലക്ഷൻസ് വന്നിട്ടുണ്ട്. അതിലെല്ലാം ഭയങ്കരമായ വിജയം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വന്ന പഞ്ചായത്ത് ഇലക്ഷൻ വളരെ പ്രതീക്ഷിക്കത്തിലേറെ നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് 100% UDF രാഷ്ട്രീയം കൃത്യം ശ്രദ്ധിക്കുന്നുണ്ടപ്പോ. അല്ല, നമുക്കതൊരു നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു അനാലിസിസ് അല്ലേ. UDF കൃത്യമായി ഭരണത്തിൽ വരുമെന്നുള്ള ഒരു ചിന്തയാണ്, വിശ്വാസമാണ് എനിക്കുള്ളത്. നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം കേരളത്തിലുള്ളത് ഉമ്മൻചാണ്ടി സാറാണ് ഒരു തലമുറ, ആ തലമുറ കഴിഞ്ഞു. അതിനുശേഷം രമേശ് ചെന്നിത്തല തൊട്ട് അങ്ങനെ മുകളിലേക്ക് നിൽക്കുകയാണ്. അപ്പം അതിനകത്തൊരു പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നൊരു നേതാവെന്ന് ഒരു ഒറ്റ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ ആറ് മുഖമായിരിക്കും മനസ്സിൽ വരിക? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പ തന്നെയാണ്. ബിക്കോസ് അപ്പയാണ് എൻ്റെ റോൾ മോഡൽ. അപ്പയെ പോലുള്ള 100 കണക്കിന് നേതാക്കൾ കേരളത്തിൽ വരണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ വരണം. സാധാരണക്കാരൻ അവൻ്റെ ജീവിതം മെച്ചമാക്കാൻ, അല്ലെങ്കിൽ സാധാരണക്കാരന് ഒരുപാട് നന്മകൾ ലഭിക്കാൻ ഒരുപാട് ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ വരണമെന്ന് വിശ്വസിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഗാന്ധി കുടുംബത്തെയാണ്. അപ്പം അപ്പയെ പോലെ തന്നെ അപ്പ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ ഗാന്ധി കുടുംബം, അവരുടെ കുടുംബം രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയവരാണ്. അപ്പം ഒരിക്കലും നമുക്ക് വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവരെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരുപാട് മാതൃകകൾ, അങ്ങനെയുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ നേതാക്കൾ ഉയർന്നു വരണം എന്നൊക്കെ. ഞാനൊരു സാമൂഹിക പ്രവർത്തകയായതുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യാൻ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പൊങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ വെച്ചിരിക്കുന്നത് എനിക്ക് എൻ്റെ അപ്പൻ തന്നെയാണ്. നെഹ്റു, ഗാന്ധി ഫാമിലി ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റും ഉണ്ട്. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന വണ്ണമുള്ള ഡാറ്റ അനാലിസിസ് താൽക്കാലികമായിട്ടെങ്കിലും അതെന്തായാലും നടത്തിയിട്ടുണ്ട്. ഉണ്ടാവും. UDF ഭരണത്തിൽ വരും. ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നൊരു വ്യക്തിത്വമുണ്ട്, ചാണ്ടി ഉമ്മൻ, പുതുപ്പള്ളിയുടെ MLA. സഹോദരി എന്ന നിലയ്ക്ക് ചാണ്ടി ഉമ്മന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്തായിരിക്കും? ചാണ്ടി അപ്പയുടെ മാർഗത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് ചോദിക്കുവാണെങ്കിൽ അപ്പയെക്കാട്ടി ഒരു സ്റ്റെപ്പ് കൂടിയായിരിക്കും ചാണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പ 53 വീട് വെച്ച് കൊടുത്തതായിട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പ ചെയ്തിട്ടുണ്ട് ഒരുപാട്, ലക്ഷക്കണക്കിന് 4 ലക്ഷത്തിൽ ചില്ലുവാനും ചെയ്തിട്ടുണ്ട്. അതപ്പോൾ മുഖ്യമന്ത്രിയായപ്പം. ഫസ്റ്റ് ടൈമറായ ചാണ്ടി ഇപ്പം 3 വർഷം ആകുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് ഇപ്പം തന്നെ 34 വീടോ 35 വീടോ കംപ്ലീറ്റ് ചെയ്തു. അത് മണ്ഡലത്തിന് വേണ്ടിയല്ല, അക്രോസ് കേരളയാണ്. പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പുതുപ്പള്ളി മണ്ഡലത്തിന് വേണ്ടിയല്ല. ഒരു സ്റ്റാർട്ടറായ MLA, ഫസ്റ്റ് ടൈം MLA അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം MLA ആയിരുന്നപ്പോൾ അങ്ങനെ ചെയ്തുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഞാനന്ന് ജനിച്ചിട്ടേ ഉള്ളൂ, എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ചാണ്ടി അപ്പയുടെ വഴിയിൽ തന്നെയാണ് പോകുന്നത്. ആ വഴിയിൽ തന്നെ തുടർന്ന് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതും അത് തുടരുമെന്നാണ് വിശ്വസിക്കുന്നതും. ഞാൻ വിശ്വസിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ അപ്പയേക്കാളേറെ ഒരുപാട് നന്മകൾ ചെയ്യാനും ഒരുപാട് പേരെ സഹായിക്കാനും അപ്പയേക്കാളേറെ ചാണ്ടിക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആശംസിക്കുന്നതും. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പൊന്നും നോക്കുക വേണ്ട, ജയം ഉറപ്പാണ്. അവിടെ അത് പുതുപ്പള്ളിയിൽ അതല്ലേ അപ്പ ഉണ്ടായിരുന്ന, അപ്പയുടെ പ്രതാപകാലത്തുണ്ടായിരുന്ന റിസൾട്ടാണ് ചാണ്ടിക്ക്. കഴിഞ്ഞ ഇലക്ഷന് നമ്മൾ കുറച്ച് സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് മുഴുവൻ തിരിച്ചു പിടിച്ചു. അപ്പയുടെ പ്രതാപകാലത്തുണ്ടായിരുന്ന പുതുപ്പള്ളിയിലേക്ക് തിരിച്ചു വന്നിരിക്കുക. അപ്പം പുതുപ്പള്ളിയൊക്കെ നമുക്ക് പിന്നെ അങ്ങോട്ട് 100%, 101 എന്ന് ദൈവാനുഗ്രഹത്താൽ 101% എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാവുന്ന സീറ്റായിട്ടാണ് ഞാൻ കരുതുന്നത്. അവസാന ചോദ്യം നിലയ്ക്ക് ചോദിക്കട്ടെ. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ ജനനം, അവിടുത്തെ ജീവിതം, മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയ്ക്കുള്ള ജീവിതം,
അങ്ങനെ നോക്കും. പിന്നെ അതിനുശേഷം ഇപ്പോൾ സാമൂഹ്യ സേവന രംഗത്ത് നിൽക്കുന്നു. രാഷ്ട്രീയം അറിയാം, സാമൂഹ്യ സേവന രംഗം അറിയാം, സ്വന്തമായി തൊഴിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളിൽ പോകുന്നൊരു ജീവിതം. ഇതിനിടയ്ക്ക് ഇതൊക്കെ വെച്ചുകൊണ്ട്, ഈ അറിവുകളൊക്കെ വെച്ചുകൊണ്ട്, അതായത് നമ്മൾ കണ്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്, നമ്മൾ കണ്ട ജീവിതങ്ങളുണ്ട്, ഉമ്മൻചാണ്ടി സാർ മുഖാന്തരം കണ്ട ജീവിതങ്ങളുണ്ട്, ഇപ്പം ചാണ്ടി ഉമ്മൻ മുഖേന കാണുന്ന ജീവിതങ്ങളുണ്ട്, ഇപ്പം മറിയ സ്വന്തം നിലയ്ക്ക് ചെയ്യുന്ന പദ്ധതികളിൽ കൂടെ കാണുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ വേറെ പെർസ്പെക്റ്റീവിൽ 10 വർഷം മുമ്പുള്ള 15 വർഷം മുമ്പുള്ള ഒരു പെർസ്പെക്റ്റീവിലല്ല ഇപ്പോൾ മറിയ ഈ സൊസൈറ്റിയെ കാണുന്നത്. ഈ സൊസൈറ്റിയോട് മറിയയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞതുപോലെ തന്നെ 15 വർഷം മുമ്പുള്ള സൊസൈറ്റി അല്ല ഇന്നുള്ളത്. അതുപോലെ 15 വർഷം മുമ്പുള്ള മറിയാവുമ്മനല്ല ഇന്ന് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ നമ്മുടെ സമൂഹം ഒരുപാട് മാറിപ്പോയി. ഇനി നമുക്ക് പറയാനുള്ളത് നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമൂഹം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറേണ്ടതിരിക്കുന്നു. ഇന്ന് എനിക്കെന്ത് ലഭിക്കും, എനിക്കെത്ര പൈസ ലഭിക്കും, എനിക്കെത്ര വിസിബിലിറ്റി ലഭിക്കും, എനിക്കെന്ത് കിട്ടുമെന്ന് നോക്കി മാത്രം സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. പണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഒരാൾക്കൊരാവശ്യം വന്നാൽ അപ്പം ചാടി ഇറങ്ങുന്ന അടുത്ത വ്യക്തിയാണ്. പക്ഷെ മലയാളി ഇന്നും അങ്ങനെയാണ്. പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ കണ്ടു മലയാളി ഇന്നും അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ റേറ്റ് ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. ഇനി അത് കുറഞ്ഞേ വരത്തുള്ളൂ. ബിക്കോസ് ചുറ്റുമുള്ളത് അങ്ങനെ കാണും. പക്ഷെ നന്മ ചെയ്യാൻ നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ പ്രാപ്തരാക്കണം. അത് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്. നന്മ ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റാണ്, അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. മറ്റവൻ എനിക്കിത് കിട്ടിയാൽ എനിക്കെന്ത് തോന്നും എന്ന് ചിന്തിച്ചിട്ടേ മറ്റൊരാളിലെക്കെതിരായിട്ട് സംസാരിക്കാൻ പാടുള്ളൂ. ആ ഒരു ട്രെയിനിങ് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കണം. മറ്റൊരാൾക്കൊരാവശ്യം വന്നാൽ നമുക്ക് അയാളെ സഹായിക്കാൻ നമുക്ക് ഉതകുന്ന ഒരു മനസ്സ് നമുക്ക് കൊടുക്കാനായിട്ടൊരു കുഞ്ഞിനെ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതായിരിക്കും എനിക്ക് ഒരുപാട് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ഒരുപാട് നന്മ ചോർന്നു പൊയ്ക്കൊണ്ടിരിക്കുക നമ്മുടെ സമൂഹത്തിൽ. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ചാരിറ്റി വർക്ക് ചെയ്തതിൽ മെഡിക്കൽ ഹെൽപ്പും എഡ്യൂക്കേഷൻ ഹെൽപ്പും ഒരുപാട് വരാറുണ്ട്. അത് കൂടുതലും സാമ്പത്തിക സഹായമാണ്. ഈ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കില്ല ചെയ്യാറ് സാധാരണ. അപ്പം എഡ്യൂക്കേഷൻ ഹെൽപ്പിന് പിന്നെയും കുറച്ചുകൂടെ എളുപ്പമാണ്. രണ്ടും ടഫാന്ന്. പക്ഷേ മെഡിക്കൽ സപ്പോർട്ട് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ അയാൾ ജീവിക്കുമോ മരിക്കുമോ എന്നറിയില്ല. അപ്പം നമുക്ക് സഹായിക്കാൻ പറ്റുന്നൊരു വ്യക്തിയോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു സ്വന്തം ജീവന് വേണ്ടി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരാളെ കാണുമ്പം നമുക്ക് കരുണ തോന്നണം. നമ്മുടെ മനസ്സിന് ഒരു അലിവ് തോന്നണം. അപ്പോഴാണ് നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് അതിൽ നമ്മളൊന്നും കൂടുതൽ ചെയ്യണം. നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളെ തന്നെ നമ്മളതാക്കിയാൽ മതി. അങ്ങനെ ഓരോ കുടുംബത്തിലെ വ്യക്തികൾ അങ്ങനെ ആയി കഴിയുമ്പോൾ സമൂഹം അങ്ങനെയായി മാറുകയാണല്ലോ. അത് നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും സാമൂഹ്യ സേവന രംഗത്ത് കൂടുതൽ നടപടികളുമായി വലിയ പദ്ധതികളുമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും ചേരുന്നു. ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനുള്ള നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു.